അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമ ആരും മറക്കാതിരിക്കാൻ തന്നെ കാരണം സച്ചിയുടെ ആ ഒരു മേക്കിംഗ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂറുള്ള സിനിമ. 2 വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അയ്യപ്പൻ നായരാണെങ്കിലും ഈ ഒരു കോശി കുര്യനാണെങ്കിലും 2 പേരും ആരാണ്, എന്താണ് എന്നുള്ളത് വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ആണ് ആ ഒരു സ്ക്രിപ്റ്റ് പിന്നെ അങ്ങോട്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് രജിസ്റ്റർ ചെയ്ത് ആ ഒരു ഓഡിയൻസിൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് അതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് വരെ ഓഡിയൻസിനെ ആ ഒരു ഹൂക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങും ഗൂസ് ബംസ് അടിക്കുന്ന സംഭവങ്ങളും ഒക്കെ തന്നെ തന്ന ഒരു മൂവിയായിരുന്നു അയ്യപ്പനും കോശി. ഇവിടെ വിലായത്ത് ബുദ്ധയിലോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു ഈഗോ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷേ അവയുടെ കോൺഫ്ലിക്റ്റിന് പവറില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. അങ്ങനെയുള്ള സീക്വൻസസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന സീക്വൻസസ് ഒന്നും തന്നെ വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ 3 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ എടുത്താണ് ഇൻ്റർവെൽ വരുന്നത്. ഇൻ്റർവെൽ വരെ ഓക്കെ ആയിരുന്നു. ഷമ്മി തിലകൻ്റെ ക്യാരക്ടറിൻ്റെ ബിൽഡപ്സ്, അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹത്തിന് പറ്റിയ നാണക്കേട്, അദ്ദേഹത്തിൻ്റെ ഇമേജിന് വന്ന ആ ഒരു തട്ടം എങ്ങനെ മാറ്റും എന്നുള്ളത് ഒക്കെ പറയുന്ന ആ ഒരു രീതിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഈ ഒരു ഡബിൾ മോഹനൻ എന്ന് ഇരട്ടപ്പേരുള്ള പൃഥ്വിരാജിൻ്റെ ഈ ഒരു ചന്ദനക്കടത്തൊക്കെ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ ഹാഫ് തീരുമ്പോഴാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫ്ലിക്റ്റ് രജിസ്റ്റർ ചെയ്ത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, അവിടെ തൊട്ടാണ് ഒട്ടും വർക്കൗട്ട് ആവാതെ തുടങ്ങുന്നത് അവിടെയാണ്. കാരണം ഈ ഒരു കോൺഫ്ലിക്റ്റിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. പ്രിയംവദയുടെ സീക്വൻസസ് ആണെങ്കിലും ബാക്കിയുള്ള ഒരു ഡബിൾ മോഹനൻ്റെ സീക്വൻസസ് ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിയൻസിന് കാണുമ്പോൾ ഒരു കണക്ഷനും തോന്നില്ല. ഇവർ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു പവർ കുറഞ്ഞ പോലെ തോന്നും. അതാണ് ഈ ഒരു സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ ഒരു വീക്ക് ക്ലൈമാക്സും കൂടി വരുമ്പോഴത്തേക്കും വിലായത്ത് ബുദ്ധ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. എങ്ങനെയാണ് ആ ഒരു ഈഗോ ക്ലാഷിൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പറ്റുമെന്നുള്ളതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. സോ ഒരു അയ്യപ്പനും കോശിയും പോലുള്ളൊരു മൂവി അങ്ങനെയുള്ളൊരു ഈഗോ ക്ലാഷ് എടുക്കാനുള്ള സംഭവങ്ങളുണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തുള്ള സ്ക്രീൻ പ്ലേ ഒന്നും ഇല്ലാതെ പോയതാണ് ഈ ഒരു സിനിമയ്ക്ക് പറ്റിയത്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.